അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം സഹിതമാരപ്പനൊക്കെ. മോർട്ടൽ റിമെയിൻസ് നമുക്ക് ഒരു പീസെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു പോയ നിമിഷങ്ങളുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഏകദേശം 99% ഭാഗങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അന്നത്തെ ഒരു കെട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ കയറും കല്ലും കയറും ഒക്കെ കിട്ടി. സത്യം എത്ര കാലം മൂടി വെച്ചാലും ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്ന് പറയാറുണ്ട്. അങ്ങനെയൊരു കേസാണിത്. 6.5 വർഷങ്ങൾക്കിപ്പുറം സരോവരത്തെ ചതുപ്പിൽ നിന്ന് ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു പോലീസ്. ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രമായി രജിസ്റ്റർ ചെയ്ത സംഭവത്തിലാണ് പിന്നീട് ഇങ്ങോട്ടുണ്ടായ ഓരോ വഴിത്തിരിവുകൾ. സരോവരത്തെ ചതുപ്പിൽ 7 ദിവസം നീണ്ട ശ്രമകരമായ തിരച്ചിൽ. 50 മീറ്ററിലധികം ദൂരത്തെ ചെളിയും കല്ലും മരത്തടികളും കോരുമാറ്റി പരിശോധിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, കടാവർ നായകൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, വലിയൊരു സംഘത്തിന്റെ കഠിനാധ്വാനം. ഒടുവിൽ തെളിവുകൾ ഓരോന്നായി കൺമുൻപിൽ തെളിഞ്ഞു വന്നു. 53 അസ്ഥിഭാഗങ്ങൾ, വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, കെട്ടിത്താഴ്ത്തിയ കല്ലുകൾ, കയറുകൾ. വിജിലിനെ കുഴിച്ചുമൂടിയെന്ന 1-ാം പ്രതി KK നിഖിലും 3-ാം പ്രതി ദീപേഷും കാട്ടി നൽകിയതിനടുത്തു നിന്നായാണ് ഇവയോരോന്നും കണ്ടെടുത്തത്. തെളിവെടുപ്പിന് സാക്ഷിയായി നിഖിലും ദീപേഷും. 2-ാം പ്രതി രഞ്ജിത്ത് പിടിയിലാകാനുണ്ട്. ഇപ്പം 2019 നടന്നൊരു സംഭവമാണ്. അപ്പം അവർ തുടക്കത്തിൽ കാണിച്ചു തന്ന സ്പോട്ട് അവിടെ നിന്ന് ഏറിപ്പോയാലൊരു 2-3 മീറ്റർ. അത് സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ ആ ബോഡിയുടെ മുകളിൽ അവർ കല്ല് കെട്ടി താഴ്ത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ തന്നെയായിട്ട് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മുടെ സെർച്ച് ടീമും പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സ്ഥലത്ത് തന്നെയാണ് അവർ തന്ന മൊഴിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. ആദ്യമൊക്കെ പോകുമ്പോൾ 2 കൊല്ലമൊക്കെ ഞങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കാതെ അവിടെ അക്കലും ഇങ്ങനെ അവിടെ പോലെ ഇനി പിന്നെ വരുള്ള പ്രതീക്ഷയാണല്ലോ. 2-3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തു വെക്കും. ഇപ്പോൾ ഞങ്ങൾ കാവിലൊക്കെ ചെറിയ ഉത്സവമൊക്കെ ഉണ്ടാവില്ല, അതിന് വരേക്കും. പിന്നെ വിഷു വരും, അതിൻ്റേതായ വിഷുവിനും എന്തായാലും ഉണ്ടാവും. പിന്നെ ഓണം വന്നു. ഈ ഓണത്തിന് എന്തായാലും വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിന്നത്. അപ്പോൾ വരില്ല എന്നുള്ളതായി. തോടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വലിയൊരു കായൽ ചെടിയും ആ കായൽ ചെടിയോട് തൊട്ടടുത്ത് വലിയ രീതിയിലുള്ള ഒരു സീമക്കൊന്നൻ്റെ ശിഖരങ്ങളാണ്. അത് ഞങ്ങൾ ഫയർഫോഴ്സിൻ്റെ കട്ടർ കൊണ്ടുവന്ന് അത് മുറിച്ചൊഴിവാക്കിയതിന് ശേഷം ആ ഭാഗം തപ്പിയ സമയത്ത് ഞങ്ങൾ 6 ആൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കാണ് ഈ ഇത്ര കഴുത്തറ്റം ചളിയിൽ നിന്നിട്ട് ഈ അസ്ഥികൾ മുഴുവൻ പെറുക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അസ്ഥിഭാഗങ്ങൾ ഇൻക്വസ്റ്റിനും ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി കേസിന്റെ തുടക്കത്തിലേക്കാണ്. 2019 മാർച്ച് 24. ഇപ്പോൾ തിരിച്ചു വരാമെന്ന് അമ്മയോട് പറഞ്ഞാണ് വിജിൽ വീട്ടിൽ നിന്നിറങ്ങിയത്. സുഹൃത്തിന്റെ ഫോൺ കോൾ വന്നതാണ് വീട്ടിൽ നിന്ന് പോകാൻ കാരണം. പിന്നീട് എന്തൊക്കെ സംഭവിച്ചുവെന്നതിന് പ്രതികളുടെ മൊഴികളാണ് പോലീസിന്റെ കൈവശമുള്ളത്. വിജിലും അടുത്ത സുഹൃത്തുക്കളായ നിഖിലും രഞ്ജിത്തും ദീപേഷും ഒരുമിച്ച് സരോവരത്ത് വെച്ച് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചു. വിജിലിന്റെ കയ്യിൽ മയക്കുമരുന്ന് കുത്തിവെച്ചുവെന്നാണ് പ്രതികൾ പറഞ്ഞത്. വിജിൽ സ്ഥലത്ത് കുഴഞ്ഞു വീണു. ലഹരി വിടുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോകുമെന്ന് കരുതി മൂവരും സ്ഥലത്ത് നിന്ന് പോയി. ഈ സമയമുടനീളം വിജിലിന്റെ ഫോണിലേക്ക് വീട്ടിൽ നിന്ന് വിളികൾ വരുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് പ്രതികൾ സ്ഥലത്തെത്തിയപ്പോഴാണ്
വിജിലിനെ അതേ സ്ഥാനത്ത് കിടക്കുന്നത് കാണുന്നത്. മരിച്ചെന്ന് തിരിച്ചറിഞ്ഞ പ്രതികൾ സത്യം പുറത്തറിയിക്കാതിരിക്കാൻ നടത്തിയത് വൻ ആസൂത്രണം. വിജിലിനെ ചതുപ്പിലൂടെ വലിച്ചിഴച്ച് ചവിട്ടിത്താഴ്ത്തി പൊങ്ങി വരാതിരിക്കാൻ ശരീരത്തിൽ കല്ലുകൾ കെട്ടി. തൊട്ടടുത്ത് തന്നെയായി ഒരു വീട് പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരുന്നു. ഇവിടെ നിന്നാണ് കല്ലുകൾ എടുത്തത്. വിജിൽ നാടുവിട്ടെന്ന് വരുത്തി തീർക്കൽ അടുത്തത്. അതിനായി വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടിട്ടു. പ്രതികളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു. രാത്രി വിജിലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ വീട്ടുകാർ ആശങ്കയിലായി. എന്നാൽ മുൻപൊരിക്കൽ വീട്ടിൽ പറയാതെ മുംബൈയിൽ പോയി മടങ്ങി വന്ന വിജിൽ അതുപോലെ യാത്ര പോയി കാണുമെന്ന് അച്ഛനും അമ്മയും സഹോദരനും കരുതി. 3 ദിവസം കഴിഞ്ഞിട്ടും വിജിലിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ഇതോടെ പിതാവ് പരാതിയുമായി എലത്തൂർ സ്റ്റേഷനിലെത്തി. കുടുംബം പോലീസിൽ പരാതി നൽകിയത് പ്രതികളും അറിഞ്ഞു. വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അറസ്റ്റിലായ നിഖിലും ദീപേഷും അവരോട് ചോദിച്ചിരുന്നല്ലേ? അവർ രണ്ടാളെ വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് വീടുണ്ടോ, നിങ്ങൾക്ക് ഫോണുണ്ടോ? വിജിലോ ഓനല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, വിളിക്കലില്ല, അങ്ങനെയാണെന്നൊക്കെ ഒരു മറുപടി. അങ്ങനെ ഒരാഴ്ച അതിൻ്റെ പിന്നെയും ചെല്ലും ഞാൻ. എന്നാലും എൻ്റെ മോനെ പോലെ നോക്കിയ ആറ്റുകൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഇതുവരെ വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ട് ഇവരെന്നെ അത് ചെയ്യുന്നുള്ളത് തീരെ പ്രതീക്ഷയില്ല. അപ്പോൾ അന്ന് തന്നെ അതിൻ്റെ പിറ്റേന്ന് രാവിലെ അവരെ വീട്ടിലൊക്കെ പോയി നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, കണ്ടിട്ടില്ല, അങ്ങനെയാ പറയുന്നത്. ഇത്രയും സുഹൃത്തുക്കളാകുമ്പോൾ ഒന്നും അങ്ങനെയൊന്നും ഊഹിക്കുകയില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് കാണും, റോട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്താ, ഒന്നും അറിയില്ല, എന്താ വിവരമുണ്ടോ പറയുമ്പോൾ എന്താ അറിഞ്ഞാൽ ഞങ്ങളപ്പോൾ അറിയിക്കാന്നൊക്കെ പറയും. തറവാട്ടിൽ എപ്പോഴും എല്ലാ കാലത്തിലും പാപ്പൻ വരുന്നതാണ്. അപ്പോൾ കുടുംബം ഞങ്ങൾ അടുത്തടുത്തായിരുന്നു. എൻ്റെ വലിയച്ഛൻ്റെ വീടും അപ്പോൾ എൻ്റെ വീട് ഞങ്ങൾ തറവാട് അപ്പുറത്ത്. ഇപ്പോൾ പാപ്പനാണ് പിന്നെ അങ്ങോട്ട് മാറിയത്. എന്താവശ്യത്തിന് പാപ്പൻ അവിടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ് പാപ്പനോട് കേസ് കൊടുക്കാൻ വേണ്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ ചില സമയങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ തിരിച്ച് വരുന്നുള്ളൊരിതാണ്. അപ്പോൾ പാപ്പനോട് പറഞ്ഞു ഇത്രയും ഒരു മാസം ഇത്ര ഇതായല്ലോ, അപ്പോൾ എന്തായാലും കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയത്. എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഇത്രയും കുറേ വർഷമായില്ലോ ഇപ്പോൾ ഏകദേശം. അപ്പോൾ എന്തിനാണ് ഇവരിത് ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയണം. എന്താ അങ്ങനത്തെ ഒരു ഇതല്ലേ ചെയ്തത്, കല്ല് വെച്ച് കെട്ടി താഴ്ത്ത പോകുമ്പോൾ ഞങ്ങളിപ്പോൾ അറിയുന്നത് പത്രത്തിൽ കൂടിയും ഇതിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ അല്ലേ അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾക്ക് എന്തായാലും അറിയണം, എന്തിനാണ് ഇവരിത് ചെയ്തതെന്നുള്ളത്. അല്ലാണ്ട് ഓവർ ഡോസിൽ കുത്തിവെച്ചിട്ട് പിന്നെ ഇവരെന്തിന് ഇത് ചെയ്തെന്നുള്ളത്, കല്ല് വെട്ടി താഴ്ത്തി എന്നുള്ളതൊക്കെ വിശ്വസിക്കാന്ന് പറ്റില്ല. എന്തിനാ എന്നാൽ അതുമല്ല, പാപ്പൻ ഇവരെ ഈ ഫ്രണ്ട്സുകളുണ്ട്, ഇവരുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നു. പിറ്റേന്ന് തന്നെ ഇങ്ങനെ കാണാതെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ എന്നോട് പോയപ്പോഴിങ്ങനെ പോയെന്ന് പറഞ്ഞ്, എല്ലാ അച്ഛങ്ങൾ മോൻ തിരിച്ചു വരും, വിജിൽ തിരിച്ചു വരും എന്നങ്ങനെ പറഞ്ഞ്. വിജിലിനെ കുഴിച്ചുമൂടിയെടുത്ത് ഇടയ്ക്കിടെ എത്തി പ്രതികൾ തെളിവുകളൊന്നും ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ ഒരു നാൾ എത്തിയപ്പോഴാണ് വിജിലിന്റെ തലയുടെ ഭാഗം പുറത്തു കണ്ടത്. ഇതോടെ കൂടുതൽ കരിങ്കല്ലുകളിട്ട് മൃതദേഹം മൂടി. ആദ്യ നാളുകളിൽ പോലീസ് പലതരത്തിൽ അന്വേഷിച്ചുവെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ കോവിഡ് നിയന്ത്രണങ്ങളും വന്നു. അന്വേഷണം നിലച്ചു. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി. പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി വന്നു. ഓരോ മിസ്സിംഗ് കേസും കൊലപാതക സാധ്യത മുൻനിർത്തി വീണ്ടും അന്വേഷിക്കണമെന്ന് തീരുമാനം. അങ്ങനെ വിജിൽ തിരോധാന കേസിലെ അന്വേഷണത്തിന് വേഗത കൈവന്നു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വീണ്ടും മൊഴിയെടുത്തു. വിജിലിന്റെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം. അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് സരോവരത്ത്. ഇതേസമയം സുഹൃത്തുക്കളുടെ ടവർ ലൊക്കേഷനും ഇവിടെ തന്നെയെന്ന് സ്ഥിരീകരണം. സുഹൃത്തുക്കളുടെ ആദ്യ മൊഴികളും പുതുതായി ലഭിച്ച തെളിവുകളും ഒരിക്കലും യോജിക്കുന്നതല്ല. നിഖിലിനെയും ദീപേഷിനെയും വീണ്ടും ചോദ്യം ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഒരിട തെറ്റാതെ ഇരുവരും ആവർത്തിച്ചു. എന്നാൽ വീണ്ടുമുള്ള ചോദ്യങ്ങൾക്കും പോലീസ് കാണിച്ച തെളിവുകൾക്കും മുൻപിൽ ഇരുവർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഗത്യന്തരമില്ലാതെ പ്രതികൾ ലഹരി ഉപയോഗിച്ചത് മുതൽ സംഭവിച്ചത് ഓരോന്നും പോലീസിന് മുൻപിൽ വെളിപ്പെടുത്തി. ഓഗസ്റ്റ് 25-ന് 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകി. തൊട്ടടുത്ത ദിനം 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു.
ഒന്നാം പ്രതി നിഖിലുമായി പോലീസ് നേരെ കല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്ക്. സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പ്രതികൾ കൊണ്ടിട്ട വിജിലിന്റെ ബൈക്ക് കണ്ടെടുത്തു. അടുത്ത ദിവസം മുതൽ പരിശോധന വിജിലിനെ കുഴിച്ചു മൂടിയ സരോവരത്ത്. എന്നാൽ കനത്ത മഴ ചതുപ്പിലെ പരിശോധനയ്ക്ക് തടസ്സമായി. പരിശോധന തുടരാനാകാതെ പോലീസ് മടങ്ങി. സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ 1.5 മീറ്റർ ചളിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, 100 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുള്ളൊരു തോടാണ്. ആ തോട്ടിൽ 1.5 മീറ്ററോളം ചളി ആയിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ചളി മാത്രമല്ല, ഇലകളും കമ്പുകളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അതോടൊപ്പം മുമ്പ് ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നിക്കൊണ്ട് അതിൻ്റെ ഒരുപാട് സാമഗ്രികൾ അതിനടിയിൽ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയെങ്കിൽ ഇനിയിപ്പോൾ അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ബോഡി ഉണ്ടെങ്കിൽ അത് കിട്ടുകയുള്ളൂ. അതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും അവിടേക്ക് ഇറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ വരാൻ കഴിയുന്നില്ല. കാരണം കഴിയാത്ത എന്താണെന്ന് വെച്ചാൽ ചതുപ്പ് നിലയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ കോറി വേസ്റ്റ് അടിച്ചിട്ട് വാഹനം വന്നിട്ട് വീണ്ടും നോക്കാമെന്നാണ്. തള്ളിയിട്ടതിന് ശേഷം മുകളിൽ കല്ലുകൾ ഇട്ടു എന്നാണല്ലോ പ്രതികൾ പറഞ്ഞത്. അങ്ങനെ കല്ലും പാറകളൊക്കെ കണ്ടോ? പാറകഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ഇന്നിപ്പോൾ അവിടെ ഈ ബോളറുണ്ട്, കരിങ്കല്ലുണ്ട്, അതോടെ ചെങ്കല്ലുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ഇവർ പറഞ്ഞ സ്ഥലത്താണ് ഈ മരത്തടികളും കൊമ്പുകളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പം അതുകൊണ്ട് അത് മാറ്റിയെങ്കിൽ തന്നെ കാണാൻ പറ്റുമോ. തൊട്ടടുത്ത ദിവസവും തിരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കസ്റ്റഡി സമയം അവസാനിച്ചതോടെ പ്രതികളെ തിരിച്ചു നൽകി. ഓണാവധി കഴിഞ്ഞ് പോലീസ് പ്രതികളെ വീണ്ടും 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി ചതുപ്പിലെ തിരച്ചിൽ പുനരാരംഭിച്ചു. പക്ഷേ ആദ്യ 2 ദിവസങ്ങളിലും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. 3-ാം നാൾ കച്ചിത്തുരുമ്പായി വിജിലിന്റെ ഷൂ കണ്ടെടുത്തു. പ്രതികളിത് വിജിലിൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടെ പോലീസിന് ശ്വാസം നേരെ വീണു തുടങ്ങി. 4-ാം ദിവസം പ്രതികളുമായി വരക്കൽ കടപ്പുറത്തെത്തി പോലീസ് തെളിവെടുത്തു. വിജിലിനെ കുഴിച്ചുമൂടി 8 മാസങ്ങൾ കഴിഞ്ഞ് അസ്ഥിഭാഗങ്ങളിൽ ചിലത് ശേഖരിച്ച് വരക്കൽ കടപ്പുറത്ത് വെച്ച് ശേഷക്രിയ ചെയ്തിരുന്നതായി പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട്. നമ്മളിന്ന് കസ്റ്റഡി കാലാവധി 5 മണിക്ക് അവസാനിക്കും. ഒരു 4 മണിക്ക് ഇവിടുന്ന് നിർത്തി പോയി. ഇനി അവരെ കോടതി ഹാജരാണ്. മെഡിക്കൽ പരിശോധന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര മാനസിക വിഷമത്തിലായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ സെർച്ചിങ് ടീമിലുള്ള ഫയർഫോഴ്സ്, കടാവറിക് ടീം, ഇനിയിപ്പോൾ അടുത്ത ഇതിന്നിപ്പോൾ ഇൻക്വസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. തെളിവിലേക്ക് വലിയൊരു വഴി തന്നെ നിർമ്മിച്ചല്ലേ? അതെ. നിങ്ങൾ ആദ്യത്തെ മഴയും പിന്നീട് നിങ്ങളെ പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് കടത്തി വിട്ടിരുന്നില്ലല്ലോ. അപ്പം നമ്മുടെ 2 വട്ടം നമ്മുടെ ഈ ഹിറ്റാച്ചി നിലവിൽ നിൽക്കുന്ന ലാൻഡിൽ താഴോട്ട് അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ വളരെ എഫോർട്ടൊക്കെ എടുത്തിട്ടാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഈ സമയത്ത് മാധ്യമ പ്രവർത്തകർക്കും താങ്ക്സ്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന 5-ാം നാൾ നിർണായക തെളിവുകൾ കണ്ടെത്താനായത് പോലീസിന് ആശ്വാസമാവുകയാണ്. അന്വേഷണ സംഘത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ വിജയം കൂടിയാണിത്. കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റേത് തന്നെയെന്ന് DNA പരിശോധനയിലൂടെ ശാസ്ത്രീയമായി ഉറപ്പിക്കുകയാണ് അടുത്ത ഘട്ടം. കേസ് തെളിയിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ലക്ഷ്യം കാണാതെ മടങ്ങുന്നവരല്ല നമ്മുടെ പോലീസ്.